ഹായ് ഹലോ ക്രിയേറ്റിവിറ്റിയിൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ മിനി ഗാർഡനിൽ ഒരു പ്ലാന്റ് നട്ടുകൊടുക്കുന്ന വീഡിയോയും ആ പ്ലാന്റിനെ ഒരു ബോർഡറിങ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നിറയെ പേര് ചോദിക്കുന്നുണ്ട്, ഈ ഗ്രാസ് നിങ്ങൾ എങ്ങനെയാണ് വച്ച് പിടിപ്പിച്ചത് നിങ്ങളെ ഗാർഡനിൽ, ഇത് എങ്ങനെ നട്ടുപിടിപ്പിച്ചെന്നാൽ ഞാൻ അത് ഒരു ആത്മനിലയത്തിൽ നിന്ന് ഞാൻ ഒരു ഷീറ്റ് മേടിച്ചു. ആ ഷീറ്റിൽ നിന്ന് ഓരോരോ തൈകളായിട്ട് നിങ്ങൾ വിടർത്തിയെടുത്തിട്ട് അത് ആവശ്യമുള്ള വളമിട്ട് കൊടുത്ത് ഈ സ്ഥലത്ത് നട്ട് പിടിപ്പിച്ചതാണ്. ഷീറ്റോട് കൂടി അങ്ങനെ വച്ചതല്ല, ഓരോരോ പ്ലാന്റായിട്ട് എടുത്ത് വികസിച്ച് നട്ട് പിടിപ്പിച്ചതാണ്. പിന്നീട് പടർന്നു വന്ന് കാണുന്നതാണ് ഇത്. ഈ ഒരു പോർഷനിലാണ് ആ ചെടി വെച്ചിട്ടുള്ള ബോർഡറിങ്ങും ആ ഓട് വെച്ചിട്ടുള്ള ബോർഡറിങ് ചെയ്യാൻ പോകുന്നത്. ഇനി ആ ബോർഡറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുന്ന കളകളെല്ലാം പറിച്ച് മാറ്റി ഒന്ന് വൃത്തി ചെയ്തെടുക്കണം. ഗാർഡൻ വയ്ക്കാനെല്ലാം നല്ല എളുപ്പമാണ്. ഗാർഡൻ മെയിൻ്റെനൻസ് ഇതുപോലെ വൃത്തിയാക്കുന്ന പണിയെല്ലാം ഭയങ്കര കഷ്ടമാണ് കേട്ടോ. അങ്ങനെ ആ പോർഷൻ എത്രയും വൃത്തിയാക്കൽ പണി തുടങ്ങിയായിരുന്നു. വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മോനൊന്ന് ഞാൻ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് സഹായിക്കാൻ വേണ്ടി വന്നായിരുന്നു. അങ്ങനെ പുള്ളിക്കാരൻ ചെയ്യുന്ന ജോലിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ചെറുപ്രായത്തിൽ നിന്ന് നമ്മൾ ചെറിയ ചെറിയ ജോലികൾ പിള്ളേർക്ക് കൊടുക്കുന്നത് നമ്മുടെ കഷ്ടം മനസ്സിലാക്കി ജീവിക്കാൻ സാധ്യതകളുണ്ട്. നിങ്ങൾ കഷ്ടമില്ലാതെ ജീവിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നതേക്കാൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞു കൊടുത്താൽ അവരുടെ ലൈഫിൽ ഒരു കഷ്ടം വരുമ്പോൾ അവർ പിടിച്ചു നിൽക്കേണ്ട ധൈര്യം അവർക്കുണ്ടാവും. അങ്ങനെ ആ പോർഷൻ അത്രയും കളകളെല്ലാം പറിച്ച് വൃത്തിയാക്കി കഴിഞ്ഞായിരുന്നു. ഇനി ആ ഓട് വെച്ചിട്ട് ബോർഡറിങ് ചെയ്ത് കൊടുക്കുന്ന ഭാഗത്തൊന്ന് കുഴിച്ചെടുക്കണം. ഇത് എന്തിനു ചെയ്യണമെന്നാൽ നമ്മൾ വച്ചു കൊടുക്കുന്ന ആ ഓട് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിയാതെ നമ്മൾ ഉദ്ദേശിച്ച് വച്ച ആ ലെവലിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അവിടെ കുഴി കുഴിച്ചപ്പോൾ വന്ന ആ മണ്ണൊന്ന് നമ്മളൊന്ന് മാറ്റിയെടുക്കാം. ആ മണ്ണൊന്ന് വേസ്റ്റ് ചെയ്യരുത്. ഇനി അടുത്ത ചെടി നടേണ്ടത് ഈ മണ്ണ് വെച്ചാണ് ആ ചെടി നടണം. അങ്ങനെ മണ്ണെല്ലാം വാരിയെടുത്ത് ആ ഓട് വയ്ക്കേണ്ട ആ കുഴിയൊന്ന് ക്ലിയർ ചെയ്തെടുത്തു. ഇനി അടുത്ത ജോലി ബോർഡറായിട്ട് വന്ന് അടുക്കി കൊടുക്കേണ്ട പരിപാടിയാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ പഴയ വീട്ടിൽ ഇരുന്ന ഓടുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓട് വെച്ചിട്ടാണ് ഞാൻ കൂടുതൽ ഇവിടെ ബോർഡർ ചെയ്യുന്നത്. ഒരു പഴമ സ്റ്റൈലിൽ നമ്മളൊന്ന് ഒരു ബോർഡറിങ് ചെയ്യുന്നത് അടിപൊളി സ്റ്റൈലാണ്. അങ്ങനെ ഓരോരോ പീസ് ഓടായിട്ട് നമ്മളൊന്ന് എടുത്ത് ഇതേപോലെ അടുക്കി ഒന്ന് നമ്മൾ റെഡി ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇഷ്ടപ്പെട്ട മോഡലിൽ ഓട് വെച്ചിട്ട് നമ്മൾ ബോർഡറിങ് ചെയ്തെടുക്കാൻ പറ്റും. വളരെ എളുപ്പമാണ്. ഓട് വെക്കുന്ന ലെവലിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ മണ്ണ് വെച്ചിട്ടൊന്ന് അവിടെ ഒന്ന് ആ ഗ്യാപ്പിനൊന്ന് ഫില്ല് ചെയ്ത് വിടണം. ഈ ബോർഡറിങ് ചെയ്യുന്നതിന്റെ പണി ചെയ്യാൻ തുടങ്ങിയത് ഒരു 3 മണി തൊട്ടാണ്. കുറച്ച് ജോലി ചെയ്തിട്ട് ഒരു അത്യാവശ്യ കാര്യമായിട്ട് പുറത്തു പോയായിരുന്നു. പിന്നീട് ചെയ്തത് നൈറ്റാണ്. നല്ല വെട്ടം ഇല്ലാത്തത് കൊണ്ട് ലൈറ്റിന്റെ വെട്ടത്തിലാണ് ബാലൻസ് ഉള്ള ജോലി കൂടെ ഒന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. എങ്ങനെയെങ്കിലും ഈ ജോലി ചെയ്ത് തീർക്കണമെന്നുള്ള ഒരു വാശിയിലാണ് ഞാൻ ഇന്ന്. ഈ ഫോക്കസ് ചെയ്യുന്ന വെട്ടം ഈ ലൈറ്റ് വെട്ടമാണ്, ബൈക്കിലുള്ള ലൈറ്റ് വെട്ടമാ. അങ്ങനെ ഓട് വെച്ചിട്ട് ബോർഡറിങ് ചെയ്ത് കഴിഞ്ഞായിരുന്നു. ഇനി അവിടെ ഫില്ല് ചെയ്യേണ്ട മണ്ണിന്റെ മിക്സ് ഒന്ന് നമ്മളൊന്ന് വളവും കൂടെ ചേർത്തിട്ട് അവിടെ ഫില്ല് ചെയ്ത് വിടണം. ഇനി അവിടെ നിന്ന് വെട്ടിയെടുത്ത ആ മണ്ണ് വേസ്റ്റ് ചെയ്യാതെ ഞാൻ വീട്ടിൽ റെഡി ചെയ്ത കമ്പോസ്റ്റും കൂടെ ഇട്ടിട്ടാണ് ആ ബോർഡറിങ് ചെടി നട്ടുപിടിപ്പിക്കേണ്ട മണ്ണിന്റെ മിക്സ് റെഡി ചെയ്തെടുക്കേണ്ടത്. നല്ല തിരിച്ചും മറിച്ചും നല്ല ഇതുപോലെ നല്ല മിക്സ് ചെയ്ത് നന്നായിട്ട് എടുക്കണം. അങ്ങനെ മിക്സ് ചെയ്തെടുത്ത ആ മണ്ണിന്റെ മിക്സിനെ എടുത്തുകൊണ്ട് ഓട് വെച്ച് ബോർഡറിങ് ചെയ്ത ആ ഭാഗത്ത് നമ്മളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈവന്റ് ആയിട്ട് എല്ലാ ഭാഗത്തും ഫില്ല് ചെയ്ത് നന്നായിട്ട് ഒരേ ലെവലിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിൽ നട്ടുപിടിപ്പിക്കേണ്ട ചെടിയുടെ കട്ടിങ്സ് ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് റെഡി ചെയ്തെടുക്കണം. ഇതാ നിങ്ങൾ ഇപ്പൊ കാണുന്ന ഈ ചെടിയുടെ കട്ടിങ്സ് ആണ് നമ്മൾ അവിടെ നട്ട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നല്ലതായിട്ട് പടർന്നു വരുമ്പോൾ ഇതേപോലെ നല്ല ബുഷിയായിട്ട് വളർന്നു വരും. ഒരേ ലെവലിൽ വെട്ടിവിട്ട് നമ്മൾ ബോർഡറിങ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണിത്. അങ്ങനെ കട്ട് ചെയ്തെടുത്ത പ്ലാന്റിന്റെ കട്ടിങ്ങിനെ നമ്മൾ നട്ടുപിടിപ്പിക്കേണ്ട ആ ഭാഗത്ത് നമ്മളൊന്ന് നട്ടുപിടിപ്പിച്ചു കൊടുക്കാം. ഓരോരോ പീസായിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ നട്ടുപിടിപ്പിച്ചു കൊടുക്കണം. ഓവർ ഗ്യാപ്പും ആവാൻ പാടില്ല. അങ്ങനെ എല്ലാ കട്ടിങ്ങും അങ്ങനെ നട്ടുപിടിപ്പിച്ചു കൊടുത്തു. ഇതാണ് ഫൈനൽ ലുക്ക്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അതിലൊരു ആൾ എന്നൊരു ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ് ഒന്ന് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസിന്റെ അപ്ഡേറ്റ് ഉടനെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇതേപോലത്തെ ഗാർഡനിങ് വ്യത്യസ്തമായ വീഡിയോയുമായിട്ട് പെട്ടെന്ന് കാണാമേ. ടാറ്റ ബൈ, സി യു.